പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 വർഷത്തെ കണ്ടകശനി തീർന്നുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും വെച്ചടി കയറ്റം നടത്തുന്ന നക്ഷത്രജാതകർ. ഇവരുടെ ജീവിതത്തിൽ ഇനി രാജസൂയത്തിൻ്റെ നാളുകളാണ്. ഒട്ടനവധി ഭാഗ്യ ഐശ്വര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ഈ ദോഷങ്ങൾ അവസാനിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴൻ ഇഷ്ടസ്ഥിതിയും കുംഭത്തിൽ ശനിയും സൂര്യനും മകരത്തിൽ ചൊവ്വ ബുധൻ ശുക്രൻ 12-ൽ സർപ്പനും 4-ൽ കേതുവും സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബസുഖം, ധനാഗമനം, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവ ഫലത്തിൽ കാണുന്നു. പ്രസംഗം, നടനം, അഭിനയം തുടങ്ങിയ കലകളിൽ അംഗീകാരം, ഇവർക്ക് കൂടുതൽ വിദ്യ അഭ്യസിക്കുന്നതിനുള്ള യോഗം എന്നിവ പ്രതീക്ഷിക്കാം. എഴുത്ത്, ഗണിതം, ശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യം ലഭിക്കും. ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതിനുള്ള യോഗവും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. സഹോദരങ്ങളെ കൊണ്ട് ഗുണവും തർക്കഭൂമി ലഭിക്കാനും സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളും നിയമപരമായ ആനുകൂല്യങ്ങൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട്. വീട്ടിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള യോഗവും സന്താനങ്ങൾക്കുന്നതിയും ആചാര്യസ്ഥാനത്തുള്ളവർക്ക് നേട്ടവും ഉണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് യോഗ ഭാഗ്യങ്ങൾ ഉണ്ടാകും. വ്യാഴം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് രാജസമ്മാനം ചില വ്യക്തികൾക്ക് കരാഗതമാകും. ഈ കൂറുകാർക്ക് അനുഭവസിദ്ധിക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസം, ജലധാര, ദേവിക്ക് കുങ്കുമ അർച്ചന എന്നിവ നടത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. ഒപ്പം സർപ്പപ്രീതി വരുത്തുന്നതും ഇവർക്ക് ഉത്തമമാകും. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, മുതിർന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ചിലവുകൾ ചെയ്യാൻ അവസരങ്ങൾ, ബന്ധുബലവും സഹപ്രവർത്തകരുടെ സഹകരണവും ഉണ്ടാകും. തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. മെക്കാനിക്കൽ, ഡ്രൈവിംഗ് വർക്ക്ഷോപ്പ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ്. നിർത്തിവച്ചിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ചിന്തകൾ വന്നു ചേരും. ദാമ്പത്യ ദുരിതത്തിൽ ഖേദിക്കുന്നവർക്ക് കലഹം മാറി ജീവിതം ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങളിൽ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് വീണ്ടും ഒന്നിക്കുവാൻ അവസരം കൈവരും. വ്യാഴൻ്റെ മറവ് കൊണ്ട് എഴുത്തുകുത്തുകൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ്. വളരെ കാലമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന രേഖകൾ കൈവശം വന്നു ചേരും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുന്നതിനുള്ള മനോബലം ലഭിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മെല്ലെ കയ്യിലേക്ക് വന്നു ചേരും. തസ്കരന്മാരിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബദേവതാ പ്രീതി, സർപ്പദേവതാ പ്രീതി എന്നിവ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൈവാധീനത്താൽ പല മുടങ്ങിയ കാര്യങ്ങളും തിരികെ പിടിക്കുവാൻ കഴിയും. പലരുടെയും വിരോധങ്ങൾക്ക് മാത്രമാകേണ്ടി വരുമെങ്കിലും അവയെ സമർത്ഥമായിട്ട് തരണം ചെയ്യാൻ കഴിയും. പല ട്രസ്റ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുടുംബയോഗങ്ങൾക്കും സംഘടനകളും രൂപപ്പെടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടി വരും. പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ കഴിയും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചിലവാക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അത് ഏറെ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ബാലപീഡകൾ അനുഭവമാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം,
തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങളും പുതിയ പാഠങ്ങൾ തേടുന്നവർക്ക് വിദേശത്തോ സ്വദേശത്തോ അത് നടത്തുവാനുള്ള യോഗവും, ചിലർക്ക് ഒന്നിൽ കൂടുതൽ ചെയ്യുന്നതിനുള്ള അവസരവും, വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങളും, ഇരുമ്പ് യന്ത്രങ്ങൾ, കലാപരമായ വിഷയങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധയോടെ വേണം. മുട്ടുവേദന, കാൽപാദവേദന എന്നിവ ഇവർക്ക് അനുഭവമാകും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ചില എഴുത്തുകുത്തുകൾ വഴി ലാഭവും പ്രശംസയും ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം, ഹനുമാന് വടമാല, വിഷ്ണുപ്രീതി എന്നിവ നേടാൻ ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം നല്ല കാലത്തിൻ്റെ ഉണർവ് എന്നാണ്. ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് കിട്ടും. പല തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടിയോ ഉദ്യോഗത്തിന് വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടോ പണം ചിലവഴിക്കേണ്ടി വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമി പണയപ്പെടുത്തിയോ മറ്റോ നടത്തുന്ന ശ്രമങ്ങൾ വിജയകരമാകും. വിദേശ സ്വദേശവാസം അനുകൂല അവസ്ഥകൾ സൃഷ്ടിക്കും. സന്താനങ്ങൾക്കും പ്രായമായവർക്കും ഉത്തമ കാലഘട്ടമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. അഷ്ടമശനിയുടെ സ്ഥിതി മാറി ദമ്പതിമാർക്ക് തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഉയർച്ച ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അകന്നു താമസിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും. കൃഷിക്കാർക്കും കാലം ഉത്തമമായിരിക്കും. ബന്ധുക്കളുടെ സ്നേഹാദരങ്ങൾ ലഭിക്കും. ആഭരണം, വസ്ത്രം, വാഹനം എന്നിവയ്ക്ക് നാശം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. പൊതുവെ വിഷമം സ്ഥിതിയിൽ കഴിഞ്ഞിരുന്നവർക്ക് മാറ്റത്തിൻ്റെ നല്ല തുടക്കം ഉണ്ടാകുകയാണ്. ഇനി അങ്ങോട്ട് ഉണർവ് പ്രതീക്ഷിക്കാം. സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി തൊഴിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഈ സമയത്ത് ശത്രുക്കളുടെയും ചോരന്മാരുടെയും ഉപദ്രവത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധയോട് ശ്രദ്ധിക്കണം. ധനം കൈകാര്യം ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകും. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വടമാല, വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം, നാഗർക്ക് ആയില്യം അർച്ചന എന്നിവ ദോഷപരിഹാരങ്ങൾക്ക് ഉപകരിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഭാഗ്യവും ഐശ്വര്യവും ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന ദിവസങ്ങളാണ്. ഇവർക്ക് പൊതുവെ ഈശ്വരാനുഗ്രഹങ്ങളും ഭാഗ്യ ഐശ്വര്യങ്ങളും അനുകൂല ഭാവമാകുന്നു. 7-ലെ ശനിയും 8-ലെ സർപ്പനും 12-ലെ ഗുരുവും സാമ്പത്തികമായി അല്പ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുത്തുമെങ്കിലും ഭൂമിയോ മറ്റ് ആഭരണങ്ങളോ വാങ്ങാനോ അതുപോലെ കടം കൊടുത്തത് തിരികെ ലഭിക്കാനോ സാധ്യതകൾ കൂടുതലാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ അനുഭവപ്പെടും. ഈ മാർച്ച് മാസത്തിന് ശേഷം അപ്രതീക്ഷിത അനുകൂല നടപടികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലർക്ക് കുടുംബക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠയും മറ്റും നടത്തുന്നതിനും കഴിയും. വയസ്സായവർക്ക് വളരെ അനുകൂല കാലമായിട്ടാണ് കാണുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, മാറ്റങ്ങൾ എന്നിവ കിട്ടും. അതുപോലെ തന്നെ ബുദ്ധി, ശക്തി, ഭക്തി എന്നിവ കാലഘട്ടത്തിൽ വേണ്ടുവോളം ഉണ്ടായിരിക്കും. ആചാര്യസ്ഥാനം ഭരിക്കുന്നവർക്ക് ആ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കണ്ണിനും കഴുത്തിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പൊതുവെ ഈ കൂറുകാർക്ക് കാലഘട്ടം അനുകൂലമാണ്. ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം. ശാസ്താവിന് നീരാഞ്ജനം, ശിവന് ജലധാര നടത്തുന്നതും സർപ്പപ്രീതി വരുത്തുന്നതും ഉത്തമമാണ്. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട് വെക്കാനുള്ള യോഗമാണ്. തുടങ്ങുന്ന കാര്യങ്ങൾക്ക് ആദ്യം തടസ്സങ്ങൾ കാണുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ഉയർച്ചകൾ ഉണ്ടാകും. ബന്ധുസഹായവും ലഭിക്കും. വീട് വയ്ക്കുന്നതിനുള്ള യോഗം അനുകൂലമായിട്ട് തന്നെ വരുന്നു. ഇണകളുമായിട്ട് സൗന്ദര്യ പിണക്കങ്ങൾ മാറിത്തുടങ്ങും. വിദേശവാസയോഗം, സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹായം, ഊഹക്കച്ചവടത്തിൽ നിന്നുള്ള ലാഭം,
വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം, വിദേശത്ത് പുതിയതായി പോകുന്നവർക്ക് പരസഹായത്തോടെ തൊഴിൽ ലാഭം, അല്ലാത്ത പക്ഷം അല്പകാല താമസങ്ങളും നേരിടാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് കുടുംബദേവതയെ പ്രീതിപ്പെടുത്താൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.